നാടിനെ നടുക്കിയ അരും കൊലയുടെ വിവരങ്ങളാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടണമെങ്കിൽ ഇനി ആകെ ഈ അഫാന്റെ അമ്മ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ള അഫാന്റെ അമ്മയിൽ നിന്ന് വേണം വിവരങ്ങൾ ലഭിക്കാൻ. എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത് എന്നതുൾപ്പെടെ അറിയാൻ മറ്റ് വഴികളൊന്നും ബാക്കിയില്ല. കാരണം അത്രത്തോളം പ്ലാൻ ചെയ്ത് തുടർച്ചയായി കൊലപാതകങ്ങൾ നടത്തുന്നു. വിനോദി, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ഈ കേതൽ ജിൻസൺ രാജയുടെ കാര്യമാണ്. പക്ഷേ അവിടെ കൃത്യമായ ഒരു കാരണമുണ്ടായിരുന്നു. അതായത് അയാളുടെ അന്ധവിശ്വാസം, മാനസികമായി അയാൾ മറ്റൊരു തലത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ തലേന്ന് രാത്രി വരെ കണ്ടവരും പറയുന്നു അഫാൻ വളരെ നോർമലായി പെരുമാറുന്ന ഒരാളാണ്, യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഈ കൊലപാതകം കഴിഞ്ഞ് ഇയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോകുമ്പോൾ വരെ സുഹൃത്തിനോട് പറയുന്നത് ഞാനൊരു ഒപ്പിട്ടിട്ട് വരാം, കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നു. അതായത് മാനസികമായി എന്തായാലും അയാൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നത് ഉറപ്പാണ്. പിന്നെ ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെയൊരു കൂട്ടക്കൊലപാതകം നടക്കുന്നതിലേക്കൊക്കെ ഒരാൾക്ക് എത്താൻ കഴിയുന്നത് എങ്ങനെയാണ്? സാധാരണഗതിയിൽ അതിനൊരു കാരണമായി പറയുക ലഹരി ആണ്. ഇത് അയാളുടെ അപ്പോഴത്തെ പെരുമാറ്റത്തിൽ അങ്ങനെയും തോന്നുന്നില്ല. പോലീസ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴൊക്കെ പരിശോധന മെഡിക്കലൊക്കെ എടുത്തതാണല്ലോ, അവിടെയും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ എലിവിഷം കഴിച്ചു എന്ന് പറയുമ്പോഴാണ് ആ തരത്തിലൊരു കൊന്ന് മരിക്കാൻ ആലോചിച്ചിരുന്നു. പക്ഷേ അങ്ങനെ മരിക്കണമെങ്കിൽ അതിനനുസരിച്ച് വിഷമകത്ത് ചെന്നിട്ടുണ്ടാവണം, അതുമില്ല. അപ്പോൾ എന്താണ് പ്രകോപനം? അല്ലെങ്കിൽ അയാളുടെ ഒരു മാനസിക നില തുടരെ ഇങ്ങനെ മനുഷ്യരെ, ദുർബലരായ മനുഷ്യരെ ഒന്നൊന്നായി കൊന്നൊടുക്കണമെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ എന്തായിരുന്നിരിക്കണം എന്നതിലല്ലേ പ്രധാനമായും സംശയങ്ങളുള്ളത്? ഇപ്പൊ ശ്രീജ, ഇവിടുത്തെ പഞ്ചായത്ത് അംഗം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, താങ്കൾ ഈ വീടുമായിട്ട് ബന്ധമുള്ള ആളാണോ? അതെ, ഞാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ദൈനംദിന വിഷയങ്ങളൊക്കെ വരുമ്പോൾ വരാറുണ്ട്. പിന്നെ എപ്പോഴും പുള്ളിയെ കാണാറുണ്ട്, വൈകുന്നേരങ്ങളിലൊക്കെ പുള്ളിയെ കാണാറുണ്ട്. വളരെ സമാധാനാംശമായ ഒരു മനുഷ്യനാണ്. ഇതിന്റെ കൊലപാതകത്തിന്റെ കാരണം എന്താണെന്ന് നമുക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല, അറിയാൻ കഴിയുന്നില്ല. പ്രതി നേരത്തേക്ക് ഈ വീട്ടിൽ വരാറുള്ള അതും അറിയില്ല. ഇത് ഇവിടെ എത്തി കൊലപാതകം നടത്തി പിന്നെ എപ്പോഴാണ് ഈ അറിയുന്നത്? ഞങ്ങൾ അറിയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6-6:30 മണിയോടുകൂടി ഞാൻ വെഞ്ഞാറുള്ളിലോട്ട് പോകുമ്പോൾ പേരുമല ജംഗ്ഷനിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു. അങ്ങനെ അവിടെ ഇറങ്ങി അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് പോലീസ് പോയി ഈ പ്രതി കീഴടങ്ങിയ ശേഷം അയാൾ ചെയ്ത കൃത്യനിർവഹണങ്ങളെല്ലാം പറയുകയാണ്, പോലീസിനോട് വിശദീകരിക്കുകയാണ്. പോലീസ് അങ്ങനെ വിശദീകരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ അന്വേഷിക്കാൻ തയ്യാറായത്. അങ്ങനെയാണ് നേരെ ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോൾ ഈ സംഭവം ഈ തൊട്ടടുത്തുള്ള താമസക്കാർ ആരും അറിഞ്ഞിട്ടില്ല. പോലീസിന്റെ ഇടപെടൽ കൊണ്ടാണ് ഇത് കണ്ടെത്തിയത്. ഇപ്പോ മൃതദേഹങ്ങൾ രണ്ടും ഒരെണ്ണം സോഫയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം എന്ന് പറയുന്ന ആളുടെ മൃതദേഹം സോഫയിലും പിന്നെ വീട്ടമ്മ ഷാഹിദയുടെ അപ്പുറത്ത് അടുക്കളയിലുമാണ്. ഒരു ചായ ഉണ്ടാക്കാനോ പറ്റുമോ? അതായിരിക്കാം അവരുടെ ഉദ്ദേശം. കാരണം ഈ രണ്ട് സ്ഥലത്തായതുകൊണ്ട് നമ്മൾ കണ്ടെത്തുന്നത് അങ്ങനെയാണ്. അവർ ചായ ഇടാൻ മറ്റോ ആയിരിക്കാം. ബന്ധുവായതുകൊണ്ട് തന്നെ ഒരു സംശയം ഉണ്ടായി കാണില്ല. ഇയാളെ രംഗപ്രവേശം അവർക്ക് അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു എതിർപ്പിനാണ് വരുന്നതെന്ന് അവർ കണ്ടു കാണില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെ നിലവിളിയോ വലിയ ഒന്നും ഉണ്ടായില്ല. അതെ. മാത്രമല്ല ഇവരൊരു സമാധാന ശീലമുള്ളൊരു സ്ത്രീയാണ്. ഇവർ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു പ്രതികരണ ശേഷിയുള്ള ഒരു സ്ത്രീയല്ല. വളരെ സമാധാനപരമായി അങ്ങനെ ആരോടും ആവശ്യമില്ലാതെ വർത്താനം പറയാൻ പുറത്തിറങ്ങി നടക്കാരൊന്നും ചെയ്യുന്ന ആളല്ല. ഇത് ഇവിടെ വന്ന് കയറുമ്പോൾ എങ്ങനെയാണ് വാതിലൊക്കെ തുറന്നു കിടന്ന അവസ്ഥയായിരുന്നു? വാതിൽ കിടന്ന് തുറന്നായിരിക്കുന്നുള്ള അവസ്ഥ. ഞാൻ പിന്നീടാണ് പോലീസൊക്കെ എത്തിയതിനു ശേഷം, ആളുകൾ കൂടിയതിനു ശേഷമാണ് ഞാൻ അവിടെ നിന്ന് വരുന്നത്. ഇവരുടെ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു? ഇദ്ദേഹം പട്ടാളത്തിലായിരുന്നു, CRPF-ലായിരുന്നു. പുള്ളി ജെന്റിൽമാനാണ്. ആളുകൾക്കൊക്കെ വലിയ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. ഈ അനുജന്റെ മകൻ എന്തെങ്കിലും ഉപദേശിച്ചതോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടോ? അതും അറിയില്ല. അതൊക്കെ അവർ തമ്മിലുള്ള പിന്നെ അതിനകത്തുള്ള ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതൊന്നും നമുക്കറിയാൻ കഴിയുന്നില്ല. ഇനിയിപ്പോ ഇവിടുത്തെ നടപടി ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഒരു പാങ്ങോട് ജമാഅത്തിലെ അംഗമാണ് പുള്ളി. അവര് പിന്നെ അങ്ങോട്ട് മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ്. ബന്ധുക്കളുമായിട്ടൊക്കെ ആലോചിച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പാങ്ങോട് ജുമാ മസ്ജിദിലാണ് അടക്കാൻ തീരുമാനിച്ചത്. എല്ലാ മൃതദേഹങ്ങളും അങ്ങോട്ടാണ്. അതെ, അനുജനെ കൊന്നു. അനുജനെ കൊണ്ടുപോയി ഫുഡൊക്കെ മാറ്റിക്കൊണ്ട് കൊടുത്തിട്ടാണ് ഇവർ ചെയ്തതെന്നുള്ളത്. നമ്മൾ വളരെ കരുതി കൂട്ടി തരത്തിലൊരു ചെറുപ്പക്കാരൻ മാറുന്നത് തന്നെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രണയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും പിന്നെ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നില്ല. അതെല്ലാം അന്വേഷണത്തിൽ പോലീസിന് കണ്ടെത്താൻ മാത്രമേ കഴിയുള്ളൂ.
പ്രണയത്തിന്റെ പേരിലാണോ സാമ്പത്തിക ബാധ്യതയുടെ പേരിലാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ പ്രിയപ്പെട്ടവരെയും ശത്രുതയുള്ളവർ അങ്ങനെയൊക്കെ അങ്ങനെയൊന്നുമില്ല. എന്താണോ അയാളുടെ മോട്ടീവ് എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയാത്തൊരവസ്ഥ. ഒരു ഞെട്ടലുണ്ടാക്കുന്ന നമ്മുടെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ഇതൊരു അപൂർവമായൊരു സംഭവം. തീർച്ചയായിട്ടും താങ്ങാനാവാത്ത ദുഃഖം ഈ പ്രദേശം. തീർച്ചയായിട്ടും ആ നിലയ്ക്ക് തന്നെയാണ് നമ്മൾ ഈ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ, ജനപ്രതിനിധികളോട് സംസാരിക്കുമ്പോൾ അവരെല്ലാം തന്നെ പറയുന്നത് ഇത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം അവരാരും തന്നെ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല ഒരു അരികൊല നടക്കും. അല്ലെങ്കിൽ ഈ വീട്ടുകാർ ഇവിടെ ഉണ്ട്, അവർ വളരെ സമാധാനത്തോടെ കഴിയുന്ന ആളുകളാണ്. മറ്റ് ആളുകളോ മറ്റു കാര്യങ്ങൾക്കോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്കോ ഒന്നും പോകുന്ന ഒരാളല്ല. വയസ്സായ 2 ആളുകളാണ്. അവർ രണ്ടുപേരും, അദ്ദേഹം CRPFിലായിരുന്നു നേരത്തെ, അതിനുശേഷം റിട്ടയർഡ് ആകുന്നു. 2 പെൺമക്കളാണുള്ളത്. അവരെ വിവാഹം ചെയ്ത് അയക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ദമ്പതികൾ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. പരിസരവാസികളുമായൊക്കെ നല്ല സ്നേഹബന്ധത്തിൽ പോകുന്ന ഒരു രീതിയാണ്. മാത്രമല്ല ഇവിടെ ഉള്ള സാധ്യതയെക്കുറിച്ച്, ഇവിടെ ഉണ്ടായിരുന്ന വീട്ടമ്മ, കൊല്ലപ്പെട്ട വീട്ടമ്മയെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് വളരെ സാധുവായ സ്ത്രീയാണ്. അവരുടെ സംസാരിക്കുമ്പോൾ പോലും ഒച്ച പോലും അങ്ങനെ ഒരുപാട് പുറത്തു വരാത്ത രീതിയിലുള്ള വളരെ സാധുവായ ഒരു സ്ത്രീയാണ് എന്ന കാര്യമാണ്. അവിടെയാണ് ഇവരുടെ ഒരു ആക്രമണം നാട്ടുകാരെ സംബന്ധിച്ച് ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുന്നത്. ഇനി ഇവിടെയുള്ള നടപടി, ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോവുക എന്ന കാര്യമാണ്. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഡോസ്കോഡിന്റെയും വിരലാട വിദഗ്ധരും ഫിംഗർ പ്രിന്റിന്റെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും പോലീസിനെ സംബന്ധിച്ച് ഈ പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടി, അല്ലെങ്കിൽ പ്രതി കസ്റ്റഡിയിലുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഈ കൊലപാതകത്തിന് ശേഷം പ്രതി കടന്നു കളയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായെങ്കിൽ അത് പോലീസിനെ സംബന്ധിച്ച് വെല്ലുവിളി ഉണ്ടാകുന്ന ഒരു നീക്കമാകുമായിരുന്നു. പക്ഷേ ഈ 6 പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അതിൽ 5 കൊലപാതകങ്ങൾ നടന്നു. 3 ഇടങ്ങളിലായാണ് ഈ കൊലപാതകങ്ങൾ നടന്നത്. ഈ സ്പോട്ടെല്ലാം തന്നെ കൃത്യമായി ട്രേസ് ചെയ്യാനും ഇങ്ങനെ കൊലപാതകം നടന്നു എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത് പ്രതി തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി ഇങ്ങനെ ഒരു വിവരം കൈമാറിയതുകൊണ്ടാണ്. നമ്മളിപ്പോൾ രാവിലെ എത്തുമ്പോൾ തന്നെ നാട്ടുകാരുടെയൊക്കെ വലിയ സാന്നിധ്യം, പ്രദേശവാസികളായ ആളുകളെല്ലാം തന്നെ ഇവിടെ രാവിലെ മുതൽ തടിച്ചുകൂടിയിട്ടുണ്ട്. ഈ പ്രദേശവാസിയാണോ ചേട്ടൻ? അടുത്തുള്ളതാണോ? ഇതെപ്പോഴാണ് ഈ വിവരം അറിയുന്നത്? എപ്പോഴായിരുന്നു? ഇന്നലെ ഒരു 4 മണി, 7 മണിയാവും. 7 മണിക്ക് അറിഞ്ഞത്. 7 മണിക്കാണ് അറിയുന്നത്. നമുക്കൊരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം. പിന്നെ ഭയങ്കര സംഭവമല്ല. നമ്മൾ നാട്ടിനടുത്ത് ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ട് അറിയുന്നത്. നമ്മള് ഈ പ്രതി ഇവിടെ നേരത്തെ വന്നതായിട്ട് അല്ല, നമുക്കറിയില്ല. അറിയില്ല, കണ്ടിട്ടില്ല. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്കും വാർത്തയുടെ വിശദാംശങ്ങളിലേക്കും മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.